അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 10/5/2024 യാ ബുനയ്യ ഇന്നി ഊസീഖ് എന്ന ശീർഷകത്തിൽ UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ്. നാം നമ്മുടെ അരുമ മക്കൾക്ക് എപ്പോഴും നല്ല സതുപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കണം. ഖുർആൻ പറയുന്നു, യൂസീക്കുമുല്ലാഹു ഫി ഔലാദിക്കും, നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ അല്ലാഹു തആല പ്രത്യേകം നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുന്നു. നാം നൽകേണ്ടുന്ന വസിയ്യത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഊസീക്കുമു ബിതുഖൽ ഇലാഹി ഫഇന്നഹു യുഅ്തിർ റഗായിബ മൻ യശാഉ വയംനഉ വബിബിർരി വാലിദിക്കും വതഅത്തി ഉമ്മിക്കും ഇന്നൽ അബറ മിനൽ ബനീനൽ അത്വഉ. നാം അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാനാണ് അവരെ ആദ്യമായി ഉപദേശിക്കേണ്ടത്. മാതാപിതാക്കൾക്ക്, പ്രത്യേകിച്ച് ഉമ്മാക്ക് അനുസരിച്ചുകൊണ്ട് വഴിപ്പെട്ട് ജീവിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം വസിയ്യത്ത് നടത്താൻ വേണ്ടി കഴിഞ്ഞുപോയ ജനതയോടും ഖുർആനിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. വലഖദ് വസ്സൈനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വഇയ്യാക്കും അനിത്തഖുല്ലാഹ്. അല്ലാഹു തആല വസിയ്യത്ത് ചെയ്തത് എന്താണ്? കഴിഞ്ഞുപോയ ജനങ്ങളോടും നിങ്ങളോടും നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ഭക്തിയോടുകൂടി ജീവിക്കുക. ഒരു പിതാവ് പുത്രന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസിയ്യത്ത് അതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ മകനെ ഉപദേശിച്ചത് യാ ബുനയ്യത്തഖില്ലാഹ്, ഓ പൊന്നുമോനെ, നീ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്ക്. ഫഇന്ന മനിത്തഖല്ലാഹ വഖാഹ്, ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹു അവന് സംരക്ഷണം നൽകും. വമൻ തവക്കൽ അലൈഹി കഫാ, ആരൊരുത്തൻ അല്ലാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിച്ചോ അല്ലാഹു അവന് മതിയായതാണ്. ഫജഅലി തഖ്വ ഇമാദ ഖൽബിക് വജലാഅ ബസരിക്, നീ തഖ്വ നിന്റെ ഹൃദയത്തിൽ ഊട്ടി ഉറപ്പിക്കണം, നിനക്ക് അത് ഉൾക്കാഴ്ചയുള്ളതാകണം. നാം നമ്മുടെ മക്കൾക്ക് നൽകുന്ന ഉപദേശങ്ങൾ ഏറെ പ്രധാനപ്പെട്ടതാണ്. നമ്മളുടെ മക്കൾ നമ്മുടെ പ്രതീക്ഷയാണ്, കണ്ണിന് കുളിർമയാണ്, നമുക്ക് ആശ്രയിക്കാനുള്ള ഊന്നുവടികളാണ്. അവരുടെ ഭാവി ഭാസുരമായി കാണാൻ നാം എല്ലാവരും ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ്. മഹാന്മാർ മക്കളെ ഉപദേശിച്ചത് യാ ബുനയ്യ ഇന്നി മുസവ്വിദുക്കും മിൻ നഫ്സി, ഓ മോനെ, ഞാൻ നിനക്ക് എൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകം ഉപദേശം നൽകുന്നു. നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനും എൻ്റെ വലിയ പ്രതീക്ഷയുമാണ്. നീ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. മാതാപിതാക്കൾ നിനക്ക് ഗുണകാംക്ഷ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഭൂമിയിൽ മറ്റൊരാളും നിനക്ക് ഗുണകാംക്ഷ ഉദ്ദേശിക്കുകയില്ല. നാം നമ്മുടെ മക്കൾക്ക് സതുപദേശങ്ങൾ നൽകുമ്പോൾ അത് കഴിഞ്ഞുപോയ ഉലമാക്കളും പണ്ഡിതന്മാരുമൊക്കെ നൽകിയ ഉപദേശങ്ങളുടെ പകർപ്പുകളാകണം. നബിമാരുടെ വീടുകളൊക്കെ അങ്ങനെ സന്താനങ്ങളോടുള്ള സതുപദേശങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു. മഹാനായ നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം മകനെ സ്നേഹത്തോടുകൂടെ ഉപദേശിക്കുകയാണ്. യാ ബുനയ്യ ഇന്നി അഅ്ലുക്, ഓ മോനെ, യാ ബുനയ്യ ഇന്നി ഊസീഖ്, ഓ പൊന്നുമോനെ, ഞാൻ നിന്നോട് പ്രത്യേകം വസിയ്യത്ത് ചെയ്യുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ ഇന്നും സ്ഥിരപ്പെട്ട് കിടക്കുകയാണ്. വവസ്സാ ബിഹാ ഇബ്രാഹിമു ബനീഹി വയഅഖൂബു യാ ബനിയ്യ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഓ സന്താനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. യാക്കൂബ് നബി അലൈഹിസ്സലാമും അങ്ങനെയാണ് മക്കളെ ഉപദേശിച്ചത്. അല്ലാഹു തആല നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത മതം പരിശുദ്ധമായ ഇസ്ലാമാണ്. നിങ്ങളാരും മുസ്ലിമല്ലാതെ മരിക്കരുത് എന്ന് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അവരുടെ സന്താനങ്ങളെ ഉപദേശിച്ചത് ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
അവിടുത്തെ പ്രിയപ്പെട്ട മോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് നൽകിയ ഉപദേശം എത്ര വിലപ്പെട്ടതാണ്, എത്ര സ്നേഹത്തോടുകൂടെയാണ് അവിടുത്തെ ആ ഉപദേശങ്ങൾ. അവിടുന്ന് പറഞ്ഞു, മാ യംനഉകി അൻ തസ്മഇ മാ ഊസികി ബിഹി, പൊന്നുമോളെ, ഞാൻ പറയുന്നതിന് നീ പ്രത്യേകം ചെവി കൊടുക്കണം, നീ ഇതിൽ ഒരിക്കലും വീഴ്ച വരുത്തരുത്. ശേഷം അവരുടെ ഇഹപര വിജയത്തിന് ആവശ്യമായ എല്ലാ ഉപദേശങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുകയുണ്ടായി. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്. സുമ്മ കാന മിനല്ലദീന ആമനു വതവാസൗ ബിൽ സബ്രി വതവാസൗ ബിൽ മർഹമ ഉലൈക അസ്ഹാബുൽ മൈമന. വിശ്വാസികൾ അവർ ക്ഷമ കൊണ്ടും അവർ പരസ്പര സ്നേഹം കൊണ്ടും ഉപദേശം നൽകുന്നവരായിരുന്നു. അവർ വിജയിച്ച വിഭാഗങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സന്താനങ്ങളെയൊക്കെ സ്വാലിഹീങ്ങളാക്കട്ടെ. അവരുടെ ഭാവിയൊക്കെ ബാസുരമായി കാണാൻ നമുക്ക് അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. മക്കൾക്ക് പ്രത്യേകം ഉപദേശം കൊടുക്കൽ, അവരോട് വസിയത്ത് നൽകൽ, അത് അറബികളുടെ സമ്പ്രദായമാണ്. നമ്മുടെ ദീൻ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അവർക്ക് അത് വലിയ പ്രചോദനവും പ്രോത്സാഹനമാകും എന്നതിൽ യാതൊരു സംശയവും ഇല്ല. നമുക്ക് പാരമ്പര്യമായി കിട്ടിയ അത്തരം പൈതൃകങ്ങളും സമ്പ്രദായങ്ങളുമൊക്കെ വരുന്ന തലമുറയിലേക്ക് കൈമാറൽ, അവർക്ക് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെ കൊണ്ട് മുറുകെ പിടിക്കാനുള്ള ഉപദേശം കൊടുക്കൽ, അതൊക്കെ വളരെ അത്യാവശ്യമാണ്. സതുപദേശം നടത്തുന്നവർ ശ്രദ്ധിക്കേണ്ടുന്ന പ്രത്യേകമായ സമയങ്ങളും സന്ദർഭങ്ങളും ഉണ്ട്. അതിന് നാം പ്രയോഗിക്കുന്ന വാക്കുകൾ അത് ഏറെ നല്ല വാക്കുകളാകണം. അവർക്ക് അത് മനസ്സിൽ സ്വാധീനം ചെലുത്തുന്നതാകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ നമുക്കങ്ങനെ കാണാൻ സാധിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്, കുൻതു ഖൽഫ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ തിരുനബിയുടെ പിറകിലാണ്. ഒരു ദിവസം അവിടുന്ന് ആ പ്രത്യേകമായ സമയത്ത് എന്നെ ഉപദേശിക്കുകയാണ്. യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഓ പൊന്നുമോനെ, ഞാൻ നിനക്ക് ചില പ്രത്യേകമായ വചനങ്ങൾ പഠിപ്പിച്ചു തരുന്നു. അങ്ങനെ നബിതങ്ങൾ അവരെ ഉപദേശിക്കുകയാണ്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തിരുനബിയുടെ എൻ്റെ മനസ്സിനെ തട്ടിയ ഒരു ഉപദേശം. അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ ബിയദി, തിരുനബി ഒരു ദിവസം എൻ്റെ കരം ഗ്രഹിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, യാ മുആദ്, ഓ മുആദേ, വല്ലാഹി ഇന്നി ല ഉഹിബ്ബുക, അല്ലാഹുവാണേ സത്യം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. ഫഖുൽതു ബി അബി അൻത വ ഉമ്മി വല്ലാഹി ല ഉഹിബ്ബുക, ഞാൻ തിരിച്ചു പറഞ്ഞു, എൻ്റെ ഉമ്മയാണേ ഉപ്പയാണേ സത്യം, തിരുദൂതരെ, നിശ്ചയമായിട്ടും ഞാനും അങ്ങയെ ഇഷ്ടപ്പെടുന്നു. നബി തങ്ങൾ പറഞ്ഞു, യാ മുആദ് ഇന്നി ഊസീക്, മുആദേ, നിന്നോട് ഞാൻ പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്. തിരുനബിയുടെ ഉപദേശം ഈ രൂപത്തിലുള്ളവരായിരുന്നു. നമ്മുടെ പിതാക്കൾ നമ്മളെ ഉപദേശിക്കും, നമ്മുടെ മാതുലന്മാർ നമ്മെ ഉപദേശിക്കും, നമ്മുടെ ഉപ്പയുടെ സഹോദരന്മാർ നമ്മെ ഉപദേശിക്കും. ഫഇന്നമാ അമ്മുർ റജുലി സിൻവു അബീഹി, ഉപ്പയെ പോലെ തന്നെയാണല്ലോ അവരും. ആ ഉപദേശം നമ്മുടെ ചെറുപ്പത്തിലും വലുപ്പത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് ഉപകാരപ്പെടും എന്നതിൽ യാതൊരു സംശയവും ഇല്ല. കാരണം പ്രായം ചെന്നവർക്ക് പരിചയവും പാഠവും കൂടുതലാണ്. അവരുടെ ഉപദേശം നാം എപ്പോഴും കേൾക്കുകയും അത് സ്വീകരിക്കുകയും വേണം. നാം നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഭരണകർത്താക്കളുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ നാം എപ്പോഴും ചെവിക്കൊള്ളണം. അവർ നമ്മിൽ നിന്ന് അകലെ എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിലും നമ്മൾക്ക് ഏറെ നന്മ ചെയ്യുന്നവരാണ് അവർ എന്ന ചിന്ത നമുക്കുണ്ടാകണം. അവരുടെ ഉപദേശങ്ങൾക്ക് നാം ചെവി കൊടുക്കുകയും അത് ശ്രദ്ധിച്ച് കേൾക്കുകയും വേണം. അത്തരം ഉപദേശങ്ങൾ നമുക്ക് ഫലം ചെയ്യും. ഖുർആൻ പറഞ്ഞതുപോലെ കശജറത്തിൻ ത്വയ്യിബത്തിൻ അസ്ലുഹാ സാബിത്തുൻ വഫർഉഹാ ഫിസ്സമാ, അത് ഒരു നല്ല വൃക്ഷം പോലെയാണ്. ഭൂമിയിൽ അതിൻ്റെ കാണ്ഡം ആണ്ടുപൂണ്ട് കിടക്കുന്നു, ആകാശത്തിൽ അതിൻ്റെ ചില്ലകളും ശിഖരങ്ങളുമൊക്കെ പടർന്നു പന്തലിച്ചു കിടക്കുന്നു. തുഅ്തി ഉക്കുലഹാ കുല്ല ഹീനൻ ബിഇദ്നി റബ്ബിഹാ, അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരം അതിൽ നിന്നുള്ള ഫലങ്ങൾ നമുക്ക് എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവെ,
ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണമേ, കണ്ണിന് കുളിർമയാക്കണമേ എന്ന് ദുആ ചെയ്ത് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.